സഹോദരങ്ങളെ, ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റഹ്മത്തോടു കൂടിയാണ്. ആളുകൾ നിസ്കാരത്തിൽ എന്തെങ്കിലും, നീ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്, എന്താ നിന്റെ പണി, നീ എവിടെയായിരുന്നു ഇത്രയും കാലം, അങ്ങനെ പറയുന്നതിന് പകരം പറഞ്ഞു കൊടുക്കുക, ആയത്ത് കേൾപ്പിച്ചു കൊടുക്കുക, ഹദീസ് പറഞ്ഞു കൊടുക്കുക. അത് സ്വീകരിക്കും. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും തർക്കിക്കാനുള്ള ഉദ്ദേശത്തിലല്ല, ഒരു ഹക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ പറയുന്ന രീതി ശരിയാകേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരാളോട് ദഅവത്ത് നടത്തുമ്പോൾ, ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആളുകൾ ഒഴിവാക്കിയിട്ടുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ് ഒരാൾക്ക് വേണ്ടി ഒരാളോട് ഒരു കാര്യം തൗഹീദ് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കുക, സുന്നത്ത് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കുക. അള്ളാഹു നിന്റെ അമലെല്ലാം സ്വീകരിക്കട്ടെ, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിന്റെ സമ്പത്തിൽ ബർക്കത്ത് തരട്ടെ, അള്ളാഹു നിന്റെ ആരോഗ്യം നിലനിർത്തട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതയാളുടെ ഹൃദയത്തിൽ അയാൾ ആ വാക്കുകൾ സ്വീകരിക്കാനുള്ള കാരണമായി തീരുന്നതാണ്. നമ്മൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാനല്ല. ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഒരു ഷെയ്ഖ് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ മസ്ജിദിൽ വന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ എന്താണ് അദ്ദേഹം ദുആ ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മുഹിദ്ദീൻ ഷെയ്ഖെ കാക്കണം, ബദരീങ്ങളെ രക്ഷിക്കണേ, എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്നാണ്. അദ്ദേഹം എല്ലാം നിർത്തിക്കഴിഞ്ഞപ്പോൾ ആ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു, നീ ഇപ്പോൾ പ്രാർത്ഥിച്ച, നീ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളിൽ ഹലാലായതെല്ലാം അള്ളാഹു നിനക്ക് പൂർത്തീകരിച്ചു. നീ ഇപ്പോൾ ഈ ചെയ്ത കാര്യം അത് തെറ്റാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഓരോ ആയത്തുകൾ അദ്ദേഹം ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ ഹദീസുകൾ കേൾപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്, ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല, എനിക്കൊരാളും ഇത് പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങളാണ് ആദ്യമായി പറഞ്ഞു തരുന്നത്. അയാളത് സ്വീകരിച്ചു, അയാളത് ഉൾക്കൊണ്ടു. അയാൾ അത്രയും നേരം ഏതൊരു ശിർക്കിലായിരുന്നു ഉണ്ടായിരുന്ന നിമിഷങ്ങൾ കൊണ്ട് അയാൾ തൗഹീദിലായി. സംസാരത്തിന്റെ രൂപം, അതിന്റെ രീതി, ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമാണ്. അതുകൊണ്ട് തൗഹീദ് അറിയുന്നവർ, സുന്നത്ത് അറിയുന്നവർ, സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, നീ ഒരു മനുഷ്യന് നല്ല മധുരമുള്ള ഒരു മുട്ടായി നൽകുകയാണ്, പക്ഷെ അത് കൊടുക്കുന്നത് ചെളിയുള്ള കയ്യിലാണ് എങ്കിൽ അത് സ്വീകരിക്കില്ല. മുട്ടായി നല്ല മധുരമുണ്ട്, നല്ല വില കൂടിയതാണ്, കാര്യമില്ല, എന്റെ കയ്യിൽ ചെളിയുണ്ട്. ഇതുപോലെയാണ് നീ നൽകുന്ന തൗഹീദ്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ വിശ്വാസം, അത് അങ്ങേയറ്റം ഭംഗിയുള്ളതാണ്. പക്ഷെ നിന്റെ സ്വഭാവം ശരിയായിട്ടില്ല എങ്കിൽ ജനങ്ങളത് ശ്രദ്ധിക്കുകയില്ല. നേരെ തിരിച്ച് നീ വല്ല മോശമായ കാര്യവും വൃത്തിയില്ലാത്ത കാര്യവും ഒരു നല്ല ഭംഗിയുള്ള ഒരു പൊതിയിൽ പൊതിഞ്ഞ്, നല്ല ഭംഗിയുള്ള ഒരു മുട്ടായി കവറൊക്കെ വെച്ച്, വളരെ മോശമായ ഒരു കാര്യം, വൃത്തിയില്ലാത്ത മണമില്ലാത്ത ഒരു കാര്യം നല്ലൊരു പെട്ടിയിൽ പൊതിഞ്ഞ് ഒരാൾക്ക് കൊടുത്താൽ അത് വാങ്ങിച്ചു നോക്കും, തുറന്നു നോക്കും എന്താണ്. നമ്മുടെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് തൗഹീദുള്ളവർ, സുന്നത്തുള്ളവർ.